കേസുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അലോഷ്യസ്. നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ് കളമശ്ശേരിയിൽ നിന്ന് വരുന്നത്. അലോഷ്യസും ഈ കാര്യം അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമ്മൾ എടുക്കുന്നെങ്കിൽ പോലും മറ്റ് ക്യാമ്പസുകളിലും ഇതിന് സാധ്യതയുണ്ട്. എന്തായിരിക്കും നിങ്ങളുടെ ഒരു നീക്കം ഈ കാര്യത്തിൽ? വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ സംഭവത്തെ നമ്മൾ നോക്കിക്കാണുന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് ഒരു വിലയിരുത്തൽ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ നമുക്കില്ല. കാരണം ഈ വിഷയം കഴിഞ്ഞ 1-2 മാസക്കാലമായി കേരളത്തിലെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ലഹരി വസ്തുക്കളുടെ വ്യാപനം, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോഴും ഞങ്ങൾ പറയുന്നത് ഇത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ, കേരളത്തിലെ ഹോസ്റ്റലുകളിൽ, കേരളത്തിലെ ക്യാമ്പസുകളിൽ വലിയ രീതിയിലേക്ക് ലഹരി മാഫിയയുടെ ശൃംഖല അവരുടെ കണ്ണികൾ വളർന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ തുടച്ചു നീക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയാണ്. വരും തലമുറയുടെ നമ്മുടെ ഭാവിയായി വളർന്നു വരേണ്ടുന്ന വിദ്യാർത്ഥികൾ, അവരുടെ ഇടയിൽ അവരെ ഉപയോക്താക്കളാക്കിക്കൊണ്ട് വലിയ രീതിയിലേക്കുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു ശൃംഖല തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് അന്യ സംസ്ഥാനത്ത് നിന്നുള്ളതായിക്കൊള്ളട്ടെ, നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായിക്കോട്ടെ, അത് വലിയ രീതിയിലേക്കുള്ള ലഹരിയുടെ ഒരു ഉപയോഗം അല്ലെങ്കിൽ ഒരു വ്യാപനം, അതിന്റെ ക്യാരിയേഴ്സ് ആയിട്ട് വിദ്യാർത്ഥികൾ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കളുടെ വിപണനം നടത്താൻ, അതിന്റെ ശൃംഖലയിൽ പങ്കാളികളാകാൻ സാധിക്കുന്ന ആളുകൾ വിദ്യാർത്ഥികളാണ് എന്ന തിരിച്ചറിവിലാണ് അവരെല്ലാം ഇതിന്റെ ഉപയോക്താക്കളാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഗൗരവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ലഹരിക്കെതിരെ ഒരു വലിയ പോരാട്ടങ്ങൾക്ക് സംസ്ഥാന കേസ് കമ്മിറ്റി തുടക്കം കുറിച്ചിരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് ഞങ്ങളുടെ ഒരു ക്യാമ്പസ് ജാഗരണ യാത്ര ഇന്ന് എറണാകുളം ജില്ലയിൽ പ്രവേശിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു വാർത്ത, വളരെ വിഷമകരമായിട്ടുള്ള ഒരു വാർത്ത ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കേരളത്തിന്റെ സർക്കാരിന്റെ മുൻപിൽ ഒരു കാര്യം മാത്രം ഞങ്ങൾ വയ്ക്കുന്നു. ഇതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. യാതൊരു രീതിയിലേക്കുള്ള രാഷ്ട്രീയം നോക്കാതെ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾക്കിത് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായ വ്യക്തികളാണോ, രാഷ്ട്രീയമുള്ള വ്യക്തികളാണോ, ഇല്ലാത്ത വ്യക്തികളാണോ എന്നൊന്നും നമുക്ക് നോക്കേണ്ടതില്ല. നമുക്കെല്ലാവർക്കും കൂട്ടായി നിന്നുകൊണ്ട് ഈ വിപത്തിനെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിന്ന്, കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് നമുക്ക് തുടച്ചു നീക്കേണ്ടതായിട്ടുണ്ട്. അതിന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൂടി, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ പിന്തുണ കൂടി നമുക്ക് ഈ ഇതൊരു വലിയ പ്രക്രിയയായി തന്നെ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അലോഷ്യസ് സേവ്യർ, യഥാർത്ഥത്തിൽ താങ്കളുടെ ആ ഒരു ഉപദേശവും ആശയം വളരെ നല്ലതാണ്. കാര്യം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ ക്യാമ്പസുകളെ ലഹരി മുക്തമാക്കേണ്ടത് ആവശ്യമാണ്. സർക്കാർ എടുക്കുന്ന ഈ നിലപാടിന് നിങ്ങൾ പിന്തുണയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇപ്പോൾ KSU ഒരു ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണല്ലോ. നിങ്ങളുടെ ഉത്തരവാദപ്പെട്ടവർ തന്നെ ക്യാമ്പസിൽ ഒരു അതീവ ജാഗ്രത പുലർത്താൻ വേണ്ടി അതിനായിട്ടൊരു സ്ക്വാഡ് പോലെ, ഈ ഡാൻസ് ഹാവ് പോലെ ഒരു സ്ക്വാഡ് പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം നിങ്ങൾ കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ രാത്രിയുടെ മറവിലൊക്കെ തന്നെ ക്യാമ്പസുകളിലേക്ക് നുഴഞ്ഞു കയറുന്ന വൃത്തികെട്ട ശക്തികളുണ്ടെങ്കിൽ അവർ ക്യാമ്പസിനുള്ളിൽ കടക്കാതിരിക്കാനുള്ള എല്ലാ കരുതലും വേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രചരണ പരിപാടികൾക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. മാർച്ച് മാസം 11-ാം തീയതി കാസർഗോഡ് ഗവൺമെന്റ് IITയിൽ നിന്ന് ക്യാമ്പസ് ജാഗരണ യാത്ര എന്ന രീതിയിലേക്ക് ഉള്ളൊരു യാത്ര സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ തുടക്കം കുറിച്ച് 6 ജില്ലകൾ പൂർത്തിയാക്കി ഇന്ന് തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഈ യാത്രയുടെ ഭാഗമായി തന്നെ സംസ്ഥാന വ്യാപകമായി സ്കൂളുകൾ, കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലേക്ക് ലഹരി വിരുദ്ധ സേനയുടെ ഒരു രൂപീകരണം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതേപോലെ സർക്കാരിന്റെ മുൻപിൽ ക്രിയാത്മകമായിട്ടുള്ള കുറേയേറെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ 19-ാം തീയതി തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം ഞങ്ങൾ നൽകാൻ തയ്യാറാവുകയാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ നേരിട്ട് കണ്ട് ഞങ്ങൾ കൊടുക്കുകയാണ്. ഞങ്ങൾ ഈ യാത്രയുടെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ സർക്കാരിന്റെ അടുത്ത് പറഞ്ഞത്, നമുക്കിതിൽ രാഷ്ട്രീയം നോക്കേണ്ടതില്ല. ഇതിൽ ഒരുപക്ഷെ ഇതിനെപ്പറ്റി വ്യാപകമായിട്ടുള്ള റെയ്ഡുകൾ അല്ല കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ ഇതിന്റെ ഭാഗമാണ് എന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ പേടിക്കപ്പെടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായേക്കാം. എന്നാൽ അതിലൊന്നും നമ്മൾ രാഷ്ട്രീയം നോക്കേണ്ടതില്ല. അതിൽ KSU എന്നോ SFI എന്നോ രാഷ്ട്രീയമുള്ളവനെന്നോ രാഷ്ട്രീയമില്ലാത്തവനെന്നോ. ഈ കാര്യത്തിൽ താങ്കളെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ തന്നെ നേതൃത്വം കൊടുത്ത് കേരളത്തിലുടനീളം ഒരു 30 ദിവസം നീളുന്നൊരു യാത്ര തുടങ്ങിയാണ് തിരുവനന്തപുരത്ത് ഈ ഞായറാഴ്ച. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം അക്രമത്തിനും ലഹരിക്കും എതിരെയാണ്. മാധ്യമങ്ങളിൽ ഈ മത്സരങ്ങളൊക്കെ മാറ്റിവെച്ച് മാധ്യമങ്ങൾക്കും നിങ്ങൾ അണിചേരാമെന്ന് പറയുന്ന പോലെ തന്നെ മാധ്യമങ്ങൾ ഒന്നിച്ച് നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അലോഷ്യസിനെ പോലുള്ള ആൾക്കാരുടെയൊക്കെ സഹായം ഇക്കാര്യത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. താങ്ക് യു അലോഷ്യസ് സേവ്യർ.